ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാൻ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൊഗൻവില്ല ചെടികളുടെ കെയറിങ്ങും സ്പെഷ്യലായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ സമയത്ത് നമ്മൾ ബൊഗൻവില്ല ചെടികൾ നിറയെ പൂക്കൾ വിരിയാൻ വേണ്ടി ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. കൊടും വേനലിലും നമുക്കിതേപോലെ നിറയെ പൂക്കൾ വിരിഞ്ഞ് കിട്ടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മൾ ഈ ബൊഗൻവില്ല എന്ന് പറയുന്നത്. ബൊഗൻവില്ല പൂക്കൾ, കടലാസ് പൂക്കൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് നമുക്ക് ചട്ടിയിലും അല്ലാതെ ഏതെങ്കിലും മരത്തിന് മുകളിലൊക്കെ പടർത്തി നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ്. ഈ ചെടികൾ തന്നെ വള്ളിച്ചെടികളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന മുള്ളുള്ള ഒരു വർത്തിൽപ്പെടുന്ന ചെടി തന്നെയാണ്. ബൊഗൻവില്ല ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് വെയിൽ തന്നെയാണ്. നല്ല വെയിലുള്ള സ്ഥലത്താണ് ബൊഗൻവില്ല ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വളം ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും സീസണാകുന്ന സമയത്ത് ബൊഗൻവില്ല ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ കറക്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നല്ല രീതിയിൽ വളങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് നനയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികൾ വീണ്ടും അധികം പൂക്കൾ നമുക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിൽ അധികമായിട്ട് നമുക്ക് പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ബൊഗൻവില്ല ചെടികൾക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ബൊഗൻവില്ല ചെടികൾ നമ്മൾ വളർത്തിയെടുക്കുന്നത് ഇതിൻ്റെ തണ്ട് മുറിച്ചിട്ടാണ് പെട്ടെന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ തൈകൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്ന വളങ്ങളാണ് നമ്മുടെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ നമുക്ക് ചേർത്ത് ചെടികൾ നട്ടു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്ലാന്റ് നമുക്ക് എങ്ങനെ ഒരു പോട്ടിൽ നിന്ന് മറ്റൊരു പോട്ടിലേക്ക് നല്ല ഹെൽത്തി ആയിട്ട് റീപോർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. മഴയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒക്ടോബർ, നവംബർ മാസമാകുമ്പോഴേക്കും നമുക്ക് ബൊഗൻവില്ല ചെടികളൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കാം, സോഫ്റ്റ് ബ്രൂണിങ്ങും ചെയ്ത് കൊടുക്കാം. ഹാർഡ് ബ്രൂണിങ് ആണ് ആദ്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഹാർഡ് ബ്രൂണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തണ്ടുകളൊക്കെ മുറിച്ച് ബൊഗൻവില്ല ചെടികളെ കുറ്റിയാക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഒരു 2-3 മാസം കഴിയുമ്പോഴേക്ക് വീണ്ടും വളർന്നു വരുന്ന തണ്ടുകൾ ഒന്നുകൂടെ മുറിച്ച് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ശാഖകൾ വളർന്നു വരികയും അതിലൊക്കെ പൂക്കളൊക്കെ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അടീനിയം ചെടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെയാണ് കറക്റ്റ് സമയത്ത് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മൾ ഒരു തണ്ട്, അത് നമ്മുടെ ബൊഗൻവില്ലയുടെ ഒരു തണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തണ്ട് നമ്മൾ മുറിച്ച് കഴിഞ്ഞ വർഷം നട്ടു കൊടുത്തിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിലൊക്കെ പൂക്കളായിട്ടുണ്ട്. നമ്മൾ ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി നടാനുണ്ട്. നമ്മളൊരു ഗ്രോ ബാഗിലാണ് ഈ ചെടി വെച്ച് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിൽ നമ്മൾ മറ്റ് വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെടിയിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബൊഗൻവില്ല പൂക്കൾ വിരിയിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് പുതിയൊരു പോട്ടിൽ വെക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നത് വളമായിട്ട് ചാണകപ്പൊടി തന്നെയാണ്. ചാണകപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് ചകിരിച്ചണ്ടി അല്ലെങ്കിൽ ചകിരിത്തോട് നമുക്ക് വെള്ളം ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വെയിലത്താണ് നമ്മൾ ഈ ചെടികൾ വെച്ച് കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ടിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരിത്തൊണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പോട്ട് എടുക്കുക, പോട്ടിൽ അടിവശത്ത് ഹോളുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ചാണകപ്പൊടിയും മണ്ണ് മിക്സ് ആയിട്ടുള്ള പോട്ടി മിക്സും ചകിരിത്തൊണ്ടും ഒക്കെ ഇട്ട് നമ്മൾ അടിവശത്ത് ഏകദേശം കാൽഭാഗത്തോളം ഫില്ല് ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ഈ ബൊഗൻവില്ല ചെടി ഏതാണോ റീപോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചുവട്ടിലുള്ള കുറച്ച് മണ്ണൊക്കെ കളഞ്ഞ് നമ്മളെ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ നമ്മളെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഏകദേശം 3-4 മാസങ്ങൾക്ക് മുന്നേ നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലൊക്കെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് എല്ലാ ബൊഗൻവില്ല ചെടികൾക്കും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ മേൽവളമായിട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ആ സമയത്ത് ഇട്ട് കൊടുത്താലും മതി. എന്ത് തന്നെയായാലും നമ്മൾ ചട്ടികളിൽ വളർത്തുന്ന ബൊഗൻവില്ല ചെടികൾക്ക് വളം ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ നിലത്ത് നടുന്നതിനേക്കാളും നമ്മൾ ചട്ടികളിലായിരിക്കും കൂടുതൽ നമ്മൾ ബൊഗൻവില്ല ചെടികളൊക്കെ വെച്ച് കൊടുക്കാറ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് റീപോർട്ടിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബൊഗൻവില്ല ചെടികൾ നല്ല പെട്ടെന്ന് തന്നെ തഴച്ച് വളരുകയും ചെയ്യും. അപ്പം കറക്റ്റ് സമയത്ത് നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക തണ്ടുകൾ. അതേപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് തണ്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ വീണ്ടും പെട്ടെന്ന് തന്നെ പൂക്കളാവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമ്മുടെ ബൊഗൻവില്ല ചെടിയുടെ പൂക്കൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ സെൻട്രൽ ഭാഗത്തും കാണുന്ന ഈ ഒരു വൈറ്റ് ഫ്ലവർ തന്നെയാണ്. അതിൻ്റെ മുകളിൽ ബാക്കി ഭാഗം കാണുന്നതൊക്കെ അതിൻ്റെ ഇലകളാണ് ഈ കളറായിട്ട് കാണുന്നതൊക്കെ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ ഒരു പ്ലാന്റുകളൊക്കെ നമുക്ക് ഒന്നുകൂടെ പ്രൂണിങ് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ ഫ്ലവർ ആയി കഴിഞ്ഞതും ഫ്ലവർ കൊഴിയാറായിട്ടുള്ളതൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ചെടി കൂടുതൽ ബുഷിയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും ഫ്ലവറിങ് ആയിട്ട് കിട്ടുന്ന ഒരു ബൊഗൻവില്ലയാണ്. അപ്പോൾ അത്തരത്തിൽ കുറച്ച് കളക്ഷൻസാണ് ഈ കാണുന്നതൊക്കെ. ബൊഗൻവില്ലയിൽ തന്നെ നമ്മൾ ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള ഒരു ചെടിയിൽ തന്നെ കുറച്ച് വെറൈറ്റികൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 2 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ അതിലൊക്കെ പൂക്കളായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ അറിയാം, ഓരോ ഈ ഒരു ചെടിയിൽ തന്നെ 2-3 വെറൈറ്റി പൂക്കൾ വരുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വെറൈറ്റി നല്ല രീതിയിൽ നിറയെ പൂക്കളായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ശരിയായ കെയറിങ്, അതേപോലെ ഇത് കറക്റ്റ് സമയത്ത് ഈ തണ്ടുകളൊക്കെ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ബൊഗൻവില്ല ചെടികൾ കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പം അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്ത് കൊടുക്കാം. നമ്മൾ
ബോഗൻവില്ല ചെടികൾ വള്ളികളായിട്ട് കുറേ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നോക്കൂ. പെട്ടെന്ന് അടുത്ത് വരുന്ന ചെടികൾ പൂക്കളായിരിക്കും. ഈ ഒരു സമയത്ത് സീസണാണ്. തണലത്തൊക്കെയാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഒന്ന് വെയിലത്തേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക. ഡെയിലി ഒന്ന് നനച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബോഗൻവില്ലയിൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ള നമുക്ക് ഫ്ലവറിങ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.